അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹ് അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്ത് മാഊനുമായി ബന്ധപ്പെട്ട് ജബ്ബാറിൻ്റെ ചില ഫലിതങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സുഫിയാൻ അടക്കമുള്ള എതിരാളികളെ തെറി പറയുകയാണ്, ചീത്ത പറയുകയാണ്. അതുപോലെ ആളുകളിൽ നിന്ന് തനിക്ക് ആദരവ് കിട്ടാത്തതിൻ്റെ പേരിൽ അതുവഴിയുള്ള തൻ്റെ മാനസിക അവസ്ഥ പ്രകടിപ്പിക്കുകയാണെന്നൊക്കെയാണ് ജബ്ബാറിൻ്റെ സ്ഥിരമായിട്ടുള്ള ഭാഷ്യം. ദീനിനെ കളവാക്കുന്നവനെ നീ കണ്ടുവോ? അല്ലദീ യദ്ഉൽ യതീം, അവൻ അനാഥയെ ആട്ടിയകറ്റുന്നവനും വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ, അഗതിക്ക് ഭക്ഷണം നൽകാൻ പ്രേരിപ്പിക്കാത്തവനുമാണ് എന്നതുമായി ബന്ധപ്പെട്ടാണ് ജബ്ബാർ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇനി ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ വയംനഊനൽ മാഊൻ. ഇതുമായി ബന്ധപ്പെട്ട് ജബ്ബാർ പറയുന്നത് ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ എന്നത് തങ്ങളുടെ നമസ്കാരത്തെ സംബന്ധിച്ച് അശ്രദ്ധരായ പ്രകടനപരതയുള്ള ആളുകൾ, അവർക്കാണ് നാശം എന്ന് പറഞ്ഞപ്പോൾ ഇത് കപടന്മാരെ ചീത്ത പറയാണ്. വയംനഊനൽ മാഊൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാത്തവരെ ചീത്ത പറയുന്നു. സാമൂഹിക പ്രതിബദ്ധതയില്ലാത്ത, മനുഷ്യ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന സംഗതികളെ സംബന്ധിച്ച് യാതൊരു കാഴ്ചപ്പാടുമില്ലാത്ത യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചീത്ത പറച്ചിലാണ്, തെറി പറച്ചിലാണ്. എന്നാൽ ഇസ്ലാം ഉന്നം വെക്കുന്ന അതിമഹത്തായ ഉദാത്തമായിട്ടുള്ള ഒരു ജീവിത രീതിയുണ്ട്. ഈ സൂറത്തിൻ്റെ ആദ്യത്തിൽ പറഞ്ഞ അനാഥരെ തള്ളിപ്പറയുകയും തള്ളിപ്പറയുകയും അതുപോലെ തന്നെ അഗതികൾക്ക് ഭക്ഷണം നൽകാൻ പ്രേരിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ദീനിനെ കളവാക്കുന്നവർ എന്ന് പറഞ്ഞതിലൂടെ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ്? കേവലം മതത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ അത് ഉരുവിടുകയും അതിൻ്റെ ചിഹ്നങ്ങളെ ബാഹ്യമായി ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുക എന്നതുകൊണ്ട് മാത്രം മനുഷ്യ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. ആത്മാർത്ഥമായി അതിൻ്റെ ആദർശം പ്രഖ്യാപിക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യാൻ സന്നദ്ധരാകുന്ന, എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ കൈയാളാൻ തയ്യാറാവുന്ന, ആദർശത്താൽ പ്രചോദിതമായിട്ടുള്ള സമൂഹത്തിന്, വ്യക്തിക്കും സമൂഹത്തിനും മാത്രമേ അതുവഴി തങ്ങളുടെ ജീവിതം നന്നാക്കിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ സമൂഹത്തിൽ ഗുണകരമായിട്ടുള്ള വല്ല മാറ്റങ്ങളും ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അതിന് പാകത്തിൽ ഖുർആൻ അംഗീകരിക്കുന്ന ആളുകൾ പാകപ്പെടേണ്ടതുണ്ട്. മറിച്ചുള്ള രീതി അവരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധ്യമല്ല, അല്ലെങ്കിൽ അവരിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഇതാണ് ഈ ആയത്തിലൂടെ, സൂറത്തിലൂടെ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറഞ്ഞത്. ഇതൊരു യുക്തിവാദിക്ക് മനസ്സിലാവണമെന്നില്ല. കാരണം യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം അയാളുടേതായിട്ടുള്ളൊരു ലോകത്താണ് അയാൾ ജീവിക്കുന്നത്. അയാൾക്ക് കാപഢ്യം, അല്ലെങ്കിൽ അശരണരെ തള്ളിപ്പറയുക, അനാഥരെ ആട്ടിയോടിക്കുക, സമൂഹത്തിലെ അരുകിവൽക്കരിക്കപ്പെട്ട ആളുകളെ അതേ വിധത്തിൽ വിടുക, അതൊന്നും അവർക്ക് പ്രശ്നമല്ല. കാരണം യോഗ്യത ഉള്ളത്, അർഹമായതേ നിലനിൽക്കുകയുള്ളൂ എന്നുള്ള ഡാർവിൻ സിദ്ധാന്തമാണ് അവരംഗീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവർ കഷ്ടപ്പെട്ടു കൊള്ളട്ടെ, അതൊക്കെ അവർക്ക് വിധിക്കപ്പെട്ടതാണ്. കാരണം അവർക്ക് ജീവിക്കാൻ അർഹതല്ല.
ഈ ഒരു കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ ഇവർ വെച്ചു പുലർത്തുന്നത്. അത് ചിലപ്പോൾ അവർ വ്യക്തമായി പറയും, ചിലപ്പോൾ ഒളിപ്പിച്ചു വെക്കും എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്ന് അങ്ങനെയുള്ള ഒരു ജീവിത മാറ്റം, ആദർശാധിഷ്ഠിതമായിട്ടുള്ളൊരു മാറ്റം പ്രതീക്ഷിക്കുകയോ ഇസ്ലാം പ്രതീക്ഷിക്കുന്ന ആ മാറ്റം ഉൾക്കൊള്ളാൻ, അല്ലെങ്കിൽ അത് ബാഹ്യമായിട്ട് അംഗീകരിക്കാൻ പോലും ഇത്തരം ആളുകൾ തയ്യാറാവില്ല. അതുകൊണ്ടാണ് ജബ്ബാറിനെ പോലുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ മതത്തിൻ്റെ ചിഹ്നങ്ങൾ കൊണ്ട് നടക്കുകയും തങ്ങൾ വലിയ ഭക്തന്മാരാണ് എന്ന് മാലോകരെ കാണിക്കാൻ വേണ്ടി, ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ പലപ്പോഴും അവരിൽ നിന്ന് ധാർമ്മിക വിരുദ്ധമായിട്ടുള്ള, സാമൂഹിക വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങളുണ്ടാവും. ജബ്ബാർ തന്നെ പറഞ്ഞത് ശരിയാണെങ്കിൽ അനാഥശാലയുടെ സമ്പത്ത് അപഹരിച്ച ആജിയാരെ ആൾ നമസ്കരിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ആ നമസ്കാരത്തോടൊപ്പം തന്നെ അയാൾ അനാഥരുടെ സമ്പത്ത് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, അതും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ജബ്ബാർ പറഞ്ഞതനുസരിച്ച് 3 കോടി ആ കാലഘട്ടത്തിൽ അയാൾ അപഹരിച്ചു എന്ന് പറയണമെങ്കിൽ അത് വിശ്വസിക്കാൻ കൊള്ളാത്തൊരു വാർത്തയാണ്. അപ്പോൾ അയാളങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ നമസ്കാരം കൊണ്ട് അയാൾക്ക് കാര്യമല്ല. അയാൾ യഥാർത്ഥത്തിൽ നമസ്കാരം കൊണ്ട് ഉദ്ദേശിച്ച ഫലം അയാളുടെ ജീവിതത്തിൽ വരുത്തി തീർക്കാൻ പാകത്തിലല്ല അയാൾ ജീവിച്ചിട്ടുള്ളത് എന്നതാണ് വ്യക്തമായി പറയാൻ കഴിയാം. എന്ന് മാത്രമല്ല, അനാഥരുടെ സമ്പത്ത് അപഹരിക്കുന്നതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അല്ലദീന യഅ്കുലൂന അംവാലൽ യതാമ ളുൽമൻ, അന്യായമായിട്ട് അനാഥരുടെ സമ്പത്ത് ഭുജിക്കുന്ന ആളുകൾ, അത് ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ, അവരുടെ വയറുകളിലേക്ക് മായക്കുലൂന ഫീ ബുത്തൂനിഹിം ഇല്ലന്നാർ, അവർ തീയാണ് അവരുടെ വയറുകളിൽ തിന്നു നിറക്കണമെന്നാണ്. മാത്രമല്ല പരലോകത്തെത്തുമ്പോൾ അവർക്ക് സഈർ, കത്തിയാളുന്ന നരകമാണ് കിട്ടാൻ പോകുന്നതെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഖുർആൻ ഒരിക്കലും മനുഷ്യൻ്റെ ബാഹ്യമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ അല്ല ശ്രദ്ധ പതിക്കുന്നത്. ആ ആചാരാനുഷ്ഠാനങ്ങൾ അവർ കൊണ്ടുനടക്കേണ്ടതുണ്ട്, അത് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. പക്ഷേ ആ ആചാരാനുഷ്ഠാനങ്ങൾ പോലും അയാളെ ധാർമ്മികമായി ഉയർത്താൻ പോരുന്ന വിധത്തിലാണെങ്കിൽ മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ എന്നുള്ള. അതില്ലാത്ത ആളുകൾക്ക് അവരുടെ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പോലും നാശഹേതുകമാണ് എന്നാണ് ഇവിടെ വൈലുൽ മുസല്ലീൻ അല്ലദീന ഹും സലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇത് മറ്റുള്ളവരെ തെറി പറയലായിട്ട് ജബ്ബാർ കാണുന്നത്, ജബ്ബാറിൻ്റെ ശീലവും അയാളുടെ സ്വഭാവവും ഒക്കെ അതാണ് എന്നതാണ്. കാരണം അയാളുടെ ഖുർആൻ ദർസ് എന്ന് പറയുന്ന ഈ കിലുക്കുത്തി എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെപ്പറ്റി പറയാം, അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും വാക്കുകളാണ് അതിനെപ്പറ്റി പറയാൻ പറ്റുക. ഇതിലുടനീളം ജബ്ബാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാളുടെ മനസ്സിലുള്ള വിദ്വേഷവും അപര നിന്ദയും, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, ഖുർആനെ, അള്ളാഹുവിനെ, ഇസ്ലാമിനെയൊക്കെ അവഹേളിക്കുന്ന തനി ദുഷ്ടബുദ്ധിയിൽ നിന്നുദിക്കുന്ന സമീപനങ്ങളുമായിട്ടാണ് അയാൾ ഇതിനൊക്കെ നേരിട്ട് സമീപിക്കുന്നത്. അപ്പോൾ അയാൾക്ക് ഫവൈലുൽ മുസല്ലീൻ അല്ലദീന ഹും സലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ എന്ന് പറഞ്ഞാൽ മുനാഫിക്കുകൾ ചീത്ത പറയലാണ്. യംനഊനൽ മാഊൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാത്തവർ ചീത്ത പറയലാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അയാളുടെ സ്വഭാവത്തിൻ്റെ ഗുണം നിലവാരത്തെയാണ് അത് കാണിക്കുന്നത്. അയാളങ്ങനെയാണ് ചെയ്യുന്നത്, അയാളെല്ലാവരും ചീത്ത പറയുകയാണ് ചെയ്യുക. അപ്പോൾ തന്നെപ്പോലെയാണ് മറ്റുള്ളവരെന്നാണ് അയാൾ നനച്ചിട്ടുണ്ടാവുക. അതാണല്ലോ മനുഷ്യൻ്റെ അവസ്ഥ പറഞ്ഞാൽ. താൻ എങ്ങനെയാണോ അങ്ങനെയാണ് മറ്റുള്ളവരും എന്നാണ് പലപ്പോഴും മനുഷ്യൻ മറ്റുള്ളവരെ വിലയിരുത്താറുള്ളത്. ഇതാണ് ഇവിടെ ജബ്ബാറിനും സംഭവിച്ചിട്ടുള്ളത്. മാത്രമല്ല ജബ്ബാർ പറയുന്നത് ദീനും ധാർമ്മികതയും തമ്മിലൊരു ബന്ധവുമില്ല, 65 വർഷത്തെ എൻ്റെ അനുഭവവും അതാണെന്നാണ്. അപ്പോൾ 65 വർഷം എന്ന് പറഞ്ഞാൽ ഇയാൾ തന്നെ പറയുന്നതനുസരിച്ച് കുറച്ച് കാലത്ത് അയാൾ നമസ്കാരവും മറ്റുമൊക്കെ ആയിട്ട് നടന്നിരുന്നു. അവർ 15-20 വയസ്സോളം അങ്ങനെ നടന്നിട്ടുണ്ടാകാം എന്ന് നമ്മൾക്ക് അനുമാനിക്കാം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ ഒരു തലതിരിഞ്ഞ ഏർപ്പാടുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്.
അപ്പോൾ ഈ ഘട്ടത്തിലെ തൻ്റെ അനുഭവം ധാർമ്മികതയും മതവുമായിട്ട് ഒരു ബന്ധവുമില്ല, ദീനും ധാർമ്മികതയായിട്ടൊരു ബന്ധമില്ല എന്നാണ് അയാൾക്ക് ബോധ്യമായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ലോകചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള, ലോകത്ത് നീതിയും സമാധാനവും സ്ഥാപിച്ചിട്ടുള്ള ആളുകളെ ആരെ എടുത്തു നോക്കിയാലും അവരൊക്കെ മതവുമായിട്ട് ബന്ധമുള്ളവരായിരുന്നു. അവരെ ആ നിലക്ക് നയിച്ചിട്ടുള്ളത് അവരുടെ മതബോധമാണ്. അതുകൊണ്ട് തന്നെ മതമാണ് യഥാർത്ഥത്തിൽ മനുഷ്യനിൽ ധാർമ്മികത വളർത്തുന്ന ഘടകം, പ്രധാന ഘടകം എന്ന് പറയും. ജബ്ബാറിനെ പോലുള്ള യുക്തിവാദികളിൽ പോലും ഇന്ന് നിലനിൽക്കുന്ന വല്ല ധാർമ്മികതയും ബാക്കിയുണ്ടെങ്കിൽ അത് ഇവർക്ക് എവിടുന്ന് കിട്ടിയതാണ്? യുക്തിവാദികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നാസ്തികന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഒരു ധാർമ്മികത ഒന്നുമില്ല. അവർക്ക് മൃഗീയതയാണ് യഥാർത്ഥത്തിലുള്ളത്. മൃഗങ്ങളെങ്ങനെ ജീവിക്കുന്നുവോ അങ്ങനെ ജീവിക്കാം. അതിൽ അകലെ അവർക്ക് വേണ്ടത് കൺസെൻറ്റ്, മറ്റുള്ളവരുടെ സമ്മതപത്രം മാത്രമാണ്. ഈ മറ്റുള്ളവരുടെ സമ്മതം ഉണ്ടെങ്കിൽ എങ്ങനെയും ജീവിക്കാം എന്ന കാഴ്ചപ്പാടാണ് അവർ വെച്ച് പുലർത്തുന്നത്. അവിടെ എവിടെയാണ് ധാർമ്മികത ഉള്ളത്? അപ്പോൾ ധാർമ്മികതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുമായി നടക്കുന്ന ജബ്ബാറാണ് പറഞ്ഞത് ദീനും ധാർമ്മികതയായിട്ടൊരു ബന്ധമില്ല, ഭൗതികവാദികളാണ് മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്നതെന്നൊക്കെയാണ്. ഭൗതികവാദികൾ എന്ന് പറയുമ്പോൾ അവിടെ ജബ്ബാർ യഥാർത്ഥത്തിൽ തനിക്ക് അർഹതയില്ലാത്ത ഒരു വിധാനത്തിലേക്ക് ഉയരാൻ ശ്രമിക്കാം. ഭൗതികന്മാരെന്ന് പറയുമ്പോൾ കേവലം യുക്തിവാദികൾ മാത്രമല്ല അതിൽ പെടുക, അതിൽ മറ്റ് പലരും പെടുന്നുണ്ട്. ഇവരൊക്കെ തങ്ങളുടെ ആളുകളാണെന്ന് വരുത്തി തീർക്കാനുള്ള ത്വരയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ജബ്ബാർ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ വാദികൾ വേറെയാണ്, യുക്തിവാദികൾ വേറെയാണ്, നാസ്തികന്മാർ വേറെയാണ്. ഇതൊക്കെ വേറെയാണ് സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭൗതികവാദികൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ കൂടി തങ്ങളുടെ അങ്കണത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനുള്ള ഈ തത്രപ്പാട് യഥാർത്ഥത്തിൽ ജബ്ബാറിൻ്റെ വിവരമില്ലായ്മയോ വിവേകമില്ലായ്മയോ ആണ് തെളിയിക്കുന്നത്. മറ്റൊന്നുള്ളത് മുഹമ്മദ് അനാഥരോട് എന്ത് കാണിച്ചു, തൻ്റെ ദത്തുപുത്രനോട് എങ്ങനെയാണ് മുഹമ്മദ് പെരുമാറിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം എന്നാണ് ജബ്ബാർ പറഞ്ഞത്. ദത്തുപുത്രൻ എന്ന് പറഞ്ഞാൽ സെയ്ദിനെയാണ് ജബ്ബാർ ഉദ്ദേശിച്ചിട്ടുള്ളത്. സെയ്ദിനെന്താണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്? നബി സെയ്ദിനെ തൻ്റെ സ്വന്തം മകനെപ്പോലെ സ്നേഹിച്ചു. ആ സെയ്ദിനോടുള്ള എല്ലാ ആദരവും സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദുമായിട്ട് ഇടപെട്ട് പോന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് സെയ്ദിന് തൻ്റെ കുടുംബത്തിൽ നിന്ന്, ഖുറൈശി കുലത്തിൽ നിന്നൊരു പെണ്ണിനെ വിവാഹം ചെയ്തു കൊടുത്തിട്ടുള്ളത്. ആ സ്ത്രീയുമായിട്ട് സെയ്ദ് തെറ്റിപ്പിരിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയെ വിവാഹം ചെയ്തു, സൈനബ് റളിയല്ലാഹു അൻഹ. ഇത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒന്ന് ജബ്ബാർ സെയ്ദിനോട് മുഹമ്മദ് എന്ത് ചെയ്തു എന്നുള്ളത് നമുക്കറിയാമെന്ന് പറഞ്ഞത്. മറ്റൊന്ന് ദത്തുപുത്രൻ എന്നുള്ള അവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റുകയും അദ്ദേഹത്തെ തൻ്റെ വിമോചിത അടിമ എന്നുള്ള നിലക്ക് സ്വതന്ത്രരാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ദത്തുപുത്ര സമ്പ്രദായം നിരോധിച്ചതുമായി ബന്ധപ്പെട്ടിട്ടാണ് ജബ്ബാർ മറ്റൊന്ന് പറയുന്നത്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് തുടർന്ന് അതുമായി ബന്ധപ്പെട്ട രംഗത്ത് വരുമ്പോൾ അവിടെ നമുക്ക് വിശദീകരിക്കാം. അതിപ്പോൾ ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ചുരുക്കത്തിൽ ഈ സൂറത്ത് എന്താണോ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ആഗ്രഹിച്ചത്, ഉദ്ദേശിച്ചിട്ടുള്ളത്, അതിലേക്ക് ഉയരാൻ തയ്യാറില്ലാത്ത കേവലം പ്രകടനപരതയുമായിട്ട് നടക്കുന്ന ആളുകളിൽ നിന്ന് ഇസ്ലാം ഉദ്ദേശിക്കുന്ന നേട്ടങ്ങൾ അല്ലെങ്കിൽ ജീവിത വിശുദ്ധി അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നും, അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വിശുദ്ധി കൈക്കൊള്ളാൻ തയ്യാറില്ലാത്ത ആളുകൾക്ക് അവരുടെ നമസ്കാരമോ ഇങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളോ പ്രയോജനപ്പെടുകയില്ല എന്നും, അവർക്ക് വലിയ നാശമാണ് സംഭവിക്കാനുള്ളത് എന്ന് അവരെ താക്കീത് ചെയ്യാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ ആരെയും തെറി പറയുക, ജബ്ബാർ പറഞ്ഞാൽ അതിന് തെറി പറയാമെന്നുള്ളതല്ല. ജബ്ബാറിന് അതൊക്കെ തെറിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ജബ്ബാറിൻ്റെ മാനസിക വിഭ്രാന്തി കൊണ്ടുണ്ടാവുന്ന ഒരു സംഗതി മാത്രമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്.